ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെട്രോ കയറിയ സമയത്താണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം റീൽസ് നിന്ന് മാറിയിട്ട് റിയൽ ലൈഫിൽ വരുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എനിക്ക് ആ ഒരു പാട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എൻ്റെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നേരെ വന്നിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലേക്കാണ്. സാധാരണ ഞാൻ ട്രെയിനിലാണ് വരുന്നതെങ്കിലും കൂടിയിട്ട് ഇത്തവണ നമ്മളെ യാത്ര എന്ന് പറയുന്നത് ബസ്സിലാണ്. ഓൾറെഡി ബുക്കൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ബസ്സിലെത്തി എൻ്റെ സീറ്റൊക്കെ നോക്കി സെറ്റാക്കിയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറേ സമയമായിട്ട് നമ്മൾ ചാർജിങ് പോയിൻ്റ് തപ്പി കുറേ നടന്നു കേട്ടോ. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എവിടെയാണ് ഈ ചാർജിങ് പോയിൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയതാണ്. ലാസ്റ്റ് ഇതാ ഈ ഒരു കേട്ടൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതാണ്. കുറേ സമയം എടുത്തിട്ടു ഞാനത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ബസ്സിൽ ഇങ്ങനെ പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് വന്നിട്ടുള്ള ശീലം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ബസ്സിലെ കാര്യങ്ങളെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ചാർജിങ് പോയിൻ്റൊക്കെ കണ്ടെത്തിയപ്പോൾ എന്തോ ഒന്ന് നേടിയെടുത്ത ഒരാളെപ്പോലെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ എന്തായാലും നമ്മൾ ചാർജിങ് പോയിൻ്റൊക്കെ കണ്ടെത്തി ഒരു ഉറക്കമിറങ്ങി എണീറ്റപ്പോഴേക്ക് നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്ന ബസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനവിടെ കോഴിക്കോട് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വന്നിട്ട് പിക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്തവണ എറണാകുളത്ത് നിന്ന് നമ്മൾ ബസ്സൊക്കെ പ്രീ ബുക്ക് ചെയ്തിട്ട് നാട്ടിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. എൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇതെന്ന് പറയുന്നത് പിറ്റേ ദിവസമാണ്. അതായത് ഞാൻ വന്ന് ഒരു ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അനിയത്തിയും അനിയത്തിൻ്റെ മോളുമാണ്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന കല്യാണ വീട്ടിലേക്കാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമ്മൾ ഈ കല്യാണ വീട്ടിലേക്ക്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴേക്ക് തന്നെ എൻ്റെ കസിൻസൊക്കെ അവിടെ വന്നിട്ടുണ്ടായി. അങ്ങനെ പിന്നെ പാട്ടായി, ഡാൻസായി, ഒപ്പനയായി, എൻ്റെ അനിയത്തിൻ്റെ ഗാനമേളയായി, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു രാത്രി പോയി കേട്ടോ. ഇത് നമ്മളെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പം ഗ്രൂം ടു ബിയും പ്രോഗ്രാംസൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൂമിൻ്റെ എൻട്രിയാണ് കേട്ടോ. അപ്പം ഈ നമ്മൾ ആ ഗ്രൂമിൻ്റെ എൻട്രീൻ്റെ മുമ്പേ ഇവിടെ പ്രോഗ്രാമൊക്കെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഗ്രൂമിന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല വൈബുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് നല്ല രസമായിട്ട് കുറേ സമയം അന്ന് രാത്രി നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി നമ്മളെ മെയിൻ പരിപാടി വരുന്നത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് സൺഡേ ഹോളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് മാത്രം നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തലേ ദിവസം പ്രോഗ്രാം ഉള്ളൂ കേട്ടോ. തലേ ദിവസം ആണെങ്കിലും കൂടിയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഈ ഗാനമേളൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഞാൻ നൈസായിട്ടൊന്ന് മൈലാഞ്ചി ഇട്ടു. ഞാൻ ഇട്ടതല്ല, എനിക്ക് എൻ്റെ കസിൻ ഇട്ട് തന്നതാണ്. അങ്ങനെ നമ്മളൊന്ന് നൈസായിട്ട് മൈലാഞ്ചി ഇട്ടു. അങ്ങനെ പിന്നെ നമ്മളെ പരിപാടിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മഴ തോർന്ന് തീരാറായപ്പോൾ ഞാനും അനിയത്തിയും ഇവിടുന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായി നേരെ വരുന്നത് നമ്മളെ ഹോളിലേക്കാണ്. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്ന ഹോളിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മളെ ആക്റ്റീവൻ്റെ മുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ നേരെ ഹോളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോളിലെത്തിയപ്പോഴേക്ക് നമ്മളെ ബ്രൈഡും ഗ്രൂമും അല്ലാതെ വേറെ ആരും ആ ഹോളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതാ കണ്ടില്ലേ, വളരെ വിരലിലുണ്ടാകുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ ഒന്നിച്ചുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗസ്റ്റുകൾ വരുന്നൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് അധികം ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിശാലമായിട്ട് എല്ലാ ഭാഗവും ചുറ്റി നടന്ന് കാണാൻ പറ്റി കേട്ടോ. ഇത്രയും ഫ്രീ ആയിട്ട് ഈ ഹോള് ഈ ഒരു സമയത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയമായപ്പോഴേക്കും നമ്മൾ ഗ്രൂമിൻ്റെ എൻട്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഞാനും അനിയത്തിയും പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് ഗസ്റ്റുകൾ വരുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ റഷാവും. അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാവും തോന്നിയിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു സെക്ഷനിൽ തന്നെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലാണ്. സ്റ്റേജിൻ്റെ മുകളിൽ ഇരിക്കുന്ന ബ്രൈഡിനെയും ഗ്രൂമിനെയും നോക്കിയിട്ട് വെറുതെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരിക്കുക. ഇതായിരുന്നു നമ്മളെ മെയിൻ പരിപാടി. അതിൻ്റെ ഇടയിൽ അനിയത്തിൻ്റെ മോക്ക് നമ്മളെ കസിൻസ് മുല്ല കൊണ്ട് തന്നപ്പോൾ ആ മുല്ല വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് മുല്ലൊക്കെ ഒന്ന് വെച്ച് അവളൊന്ന് ടോപ്പാക്കി കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി, നമ്മളും ഹാപ്പിയായി. അങ്ങനെ പിന്നെ കുറച്ച് സമയം നമ്മൾ വെറുതെ നോക്കിയിരുന്നു. പിന്നെ നമുക്ക് നോക്കി നിന്നും എടുത്തപ്പോൾ പിന്നെ നമ്മൾ കുറേ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ പോയി നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവരെ കൂട്ടാതെ നമ്മൾ സിംഗിളായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ വീണ്ടും നമുക്ക് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി. അങ്ങനെയൊക്കെ കുറേ സമയം അങ്ങനെ വേസ്റ്റാക്കി. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ എൻട്രി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പതിവിലും വ്യത്യസ്തമായിട്ട് ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള എല്ലാ കസിൻസിൻ്റെ കല്യാണം എടുത്ത് നോക്കിയാലും മനസ്സിലാവും, ഒരു പട തന്നെ ഉണ്ടാവും ബ്രൈഡിൻ്റെ ബാക്കിലാണെങ്കിലും ഗ്രൂമിൻ്റെ ബാക്കിലാണെങ്കിലും. പക്ഷേ ഈ ഒരു കല്യാണത്തിന് ബ്രൈഡും ഗ്രൂമും ഞങ്ങൾ തന്നെ മതി എന്നുള്ള ഒരു രീതിയിൽ അവർ മാത്രമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രിക്ക് എന്താ പറയുക, ഒരു ബഹളവും ഒച്ചപ്പാടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ശാന്തമായിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. അങ്ങനെ ഇവരെ എൻട്രിയും ഇവരെ ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ സിമ്പിളായിട്ടുള്ള എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗസ്റ്റുകളെ കൊണ്ടുള്ള അറഞ്ചം പുറഞ്ചം തെരിഞ്ഞും മറിഞ്ഞുള്ള അടിയായിരുന്നു. കാരണം അങ്ങോട്ട് തിരിയാനോ സ്പേസ് ഇല്ലാത്ത അത്രയും ഗസ്റ്റുകളായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് മാറിക്കാന്ന് വെച്ചിട്ട് ഞാനും എനിക്കും പിന്നെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറേ വെറുതെ നിന്നിട്ട് ക്ഷീണിക്കുമ്പോൾ നമ്മൾ കുറച്ച് പോയി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വെറുതെ നമ്മൾ സമയമൊക്കെ അങ്ങനെ അങ്ങോട്ട് തള്ളി നീക്കി. പിന്നെ നമുക്ക് ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് ഗസ്റ്റുകൾ വരാനുണ്ട് അല്ലെങ്കിൽ അവരെ വെൽക്കം ചെയ്യണം അങ്ങനത്തെ ഒരു പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡും ഗ്രൂമും ഒന്നിച്ചുള്ള പരിപാടി ആയതുകൊണ്ട് 2 പേരുടെ ഗസ്റ്റുകളും ഒരേ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്യാനോ അങ്ങനെ വേറെ പുതിയ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പക്ക ഫ്രീ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറേ സമയം നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ നടന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് നേരെ നമ്മളെ വീട്ടിലേക്ക് വരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്ന് പിന്നെ കുറച്ച് സമയം കല്യാണത്തിന് വെറുതെ ഇരുന്നിട്ടുള്ള ക്ഷീണം കുറേ എൻ്റെ വീട്ടിലും വെറുതെ ഇരുന്നിട്ട് തീർത്ത് അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പിന്നെ നേരെ ഇക്കൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് എല്ലാവരോടും ബായ് പറഞ്ഞ് തിരിച്ച് നേരെ ഞാൻ എറണാകുളത്തേക്ക് വരാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു ലീവിന് വന്നിട്ടുണ്ടായിരുന്നത് തന്നെ ഈ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേന്ന് വന്ന് കല്യാണം കൂടി പിറ്റേ ദിവസം തന്നെ എറണാകുളത്തേക്ക് തിരിച്ചു പോയ ഒരു ജേണി ആയിരുന്നു കേട്ടോ ഈ തവണത്തെ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടി മുന്നിൽ കണ്ടിട്ടായിരിക്കും കേട്ടോ വരിക. അപ്പം വരുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിലായതുകൊണ്ട് തന്നെ വേറെ എങ്ങോട്ടേക്കും പോകാനുള്ള പ്രത്യേകിച്ചൊരു ടൈം കിട്ടാറില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചെക്കൻ്റെ അനിയൻ്റെയും ഫ്രണ്ട്സിൻ്റെ കല്യാണ വൈബാക്കലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കല്യാണത്തിൻ്റെ മെയിൻ വൈബ് അല്ലെങ്കിൽ മെയിൻ സെൻറ്റർ ഓഫ് ദി അട്രാക്ഷൻ എന്ന് പറയുന്നത് ബ്രൈഡിനേക്കാൾ ഗ്രൂമിനേക്കാൾ കൂടുതൽ ഇവരായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം എവിടെയൊക്കെ ആ ഒരു വൈബ് കല്യാണത്തിൻ്റെ വൈബ് ഉണ്ടാവുന്നുണ്ടോ, ആ ഒരു ഓളം ഉണ്ടാവുന്നുണ്ടോ, അവിടെയൊക്കെ ഇവരുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഗ്രൂമിൻ്റെ എൻട്രി ആണെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ അന്നാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു വൈബ് ആ ഒരു ഓളം ക്രിയേറ്റ് ചെയ്തത് ഇവർ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇവരുടെ ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഈ കല്യാണത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ബോണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് നമ്മളൊരു ആലിക്കാൻ്റെ പിസ്തക്കടയിൽ നിന്ന് ഒരു വെള്ളം വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി നമ്മൾ സുട ഇഡ്ഡലിയിൽ പോയിട്ട് ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് അവിടെ എത്തി. അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ നമ്മൾ ഇത് ഇഡ്ഡലിയും വേണ്ട ദോശയും വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വെയിറ്റിംഗ് ആയിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇഡ്ഡലി കഴിക്കാൻ പോയ നമ്മൾ ഇഡ്ഡലി കാണുക പോലും ചെയ്യാതെ അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാ ബൈ.